എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 31 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്: പുതിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂൺ 19 നിയമസഭയിൽ അവതരിപ്പിക്കും. നിലവിലെ ധനമന്ത്രി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് ഇത്തവണ ബജറ്റ് നിയമസഭയിൽ സമർപ്പിക്കുക. സമ്പൂർണ്ണ ബജറ്റാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പുതുക്കിയ നിയമസഭാ കലണ്ടർ പ്രകാരം ജൂൺ 19 ബജറ്റ് അവതരണം നിശ്ചയിച്ചിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ച ശേഷം വിശദമായിട്ടുള്ള ചർച്ചകൾ നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ ജൂൺ 2 നിയമസഭയിൽ ആരംഭിക്കും. ജൂൺ 1 സംസ്ഥാന വ്യാപകമായി സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്നതിനാൽ മന്ത്രിമാർ വിവിധ ജില്ലകളിലെ ചടങ്ങുകളിലും MLA-മാർക്ക് അവരുടെ മണ്ഡലങ്ങളിലെ പരിപാടികളിലും പങ്കെടുക്കേണ്ടതുണ്ട്. ഈ ജനകീയ സാഹചര്യം കണക്കിലെടുത്താണ് നന്ദിപ്രമേയ ചർച്ച ജൂൺ 1 നിന്നും 2 തീയതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. തുടർന്ന് ജൂൺ 2 തന്നെ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കും. നിയമസഭയിലെ കക്ഷിനിലയിലും ഭരണത്തിന്റെ മുൻതൂക്കവും അനുസരിച്ച് കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആവാനാണ് സാധ്യത. പദ്ധതികളാണ് നയപ്രഖ്യാപനത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അവകാശമാക്കി മാറ്റുകയും കോളേജ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ നൽകുകയും ചെയ്യും. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാനും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകാനും സർക്കാർ തീരുമാനിച്ചു. യുവ സംരംഭങ്ങൾക്കായി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും മുതിർന്ന പൗരന്മാർക്ക് ക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി പ്രത്യേക വകുപ്പും രൂപീകരിക്കും. വികസനവും ജനക്ഷേമവും സമതുലിതമായി കൊണ്ടുപോകുന്നതിനോടൊപ്പം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിലൂടെ വ്യക്തമാക്കി. എക്സൈസ് വകുപ്പിന്റെ സമഗ്ര പരിഷ്കരണത്തിനും ലഹരി നെറ്റ്വർക്കുകളെ ഇല്ലാതാക്കുന്നതിനും സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കുന്നതിനും മലബാർ ടെമ്പിൾ പിൽഗ്രിം പ്രോജക്റ്റ്, ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം, അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധി, ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. കൂടാതെ 50-ൽ കൂടുതൽ സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുയിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുന്ന പ്രോജക്റ്റ് മെൻസ്ട്രൽ ഡിഡിറ്റി പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസത്തെ ആർത്തവ അവധി അനുവദിക്കും. ആധാർ പുതുക്കുന്നതിനുള്ള അവസാന തീയതി പറഞ്ഞിരുന്നത് 2026 ജൂൺ 15 ആയിരുന്നു. അത് 1 വർഷത്തേക്ക് നീട്ടിക്കൊണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ അറിയിപ്പ് എത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ്. അതായത് ഡാറ്റ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൗജന്യം ഉള്ളത്. സ്വന്തമായി വെബ്സൈറ്റിൽ കയറി യൂണിക് ഐഡന്റിഫിക്കേഷന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് പുതുക്കുന്നതിനാണ് ഇത് സാധ്യമാകുക. അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും മറ്റ് ആധാർ സേവാ കേന്ദ്രങ്ങളിലൂടെയും ചെന്ന് പുതുക്കുന്നതിനും ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യുന്നതിനും പ്രത്യേകം ഫീസ് നൽകേണ്ടതുണ്ട്. ഫോട്ടോ മാറ്റുന്നതിനും അതിനും പ്രത്യേകം ഫീസ് നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് എന്തായാലും ഇത് പുതുക്കേണ്ടതുണ്ട്. അങ്ങനെ പുതുക്കുമ്പോൾ ഇങ്ങനെയുള്ള സേവാ കേന്ദ്രങ്ങളിൽ ചെന്ന് ഫോട്ടോ പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബയോമെട്രിക്കും പുതുക്കുന്നത് നിങ്ങളുടെ ആധാറിന്റെ സുഗമമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമാണ്. ഇപ്പം നമുക്കറിയാം, ഫേസ് ഒതന്റിഫിക്കേഷൻ വഴിയുടെ നിരവധി കാര്യങ്ങളുണ്ട്. ആധാർ ആപ്പൊക്കെ വന്ന ഒരു സ്ഥിതിക്ക് നമ്മുടെ ഫോട്ടോ പുതുതായിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ആധാറിൽ മൊബൈൽ നമ്പർ ഇതുവരെ ചേർക്കാത്തവരും മൊബൈൽ നമ്പർ മാറിയിട്ടുള്ളവരും അപ്ഡേറ്റ് ചെയ്യുകയോ ചേർക്കാത്തവർ ചേർക്കുകയോ ചെയ്യണം. ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാകില്ല. കുട്ടികളുടെ ആധാർ കാർഡും ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, പുതിയ പ്രവേശന പരീക്ഷകൾ വരാനിരിക്കുകയാണ്, പുതിയ അഡ്മിഷൻ ആരംഭിക്കാനിരിക്കുകയാണ്, അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഈ ആവശ്യങ്ങൾക്കൊക്കെ ആധാർ വേണം. ആധാർ കുട്ടികളുടേത് നിലവിലുള്ളത് പോരാ. 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ളതാണെങ്കിൽ 5 വയസ്സിന് ശേഷം പുതുക്കണം. 15 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡും 15 വയസ്സിന് ശേഷവും പുതുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ആധാറുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത്. മറ്റൊന്ന്, ആദ്യം റേഷൻ അറിയിപ്പ്. സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 30 കൂടിയിട്ട് അവസാനിക്കും. 31 തീയതി ഞായറാഴ്ച. പിന്നെ ജൂൺ 1 തീയതിയും സംസ്ഥാനത്ത് റേഷൻ കട അവധിയായിരിക്കും. ജൂൺ 2 തീയതി മുതലാണ് സംസ്ഥാനത്ത്
ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഗ്യാസ് സിലിണ്ടർ കാര്യം ഇതിലേക്ക് വന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്കെല്ലാം ചില മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട് വരുത്തിയിട്ടുണ്ട്. വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ നമുക്കെല്ലാം ഇപ്പോൾ ഈ ഒരു ഗ്യാസ് ലഭിക്കുന്നതിന് വലിയ താമസമാണുള്ളത്. നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ് ഇപ്പോൾ ബുക്കിംഗ് ഇടവേള ഉള്ളത്. നമുക്കൊരു ഗ്യാസ് സിലിണ്ടർ നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്യാസ് വീണ്ടും ബുക്ക് ചെയ്യുന്നതിന് 45 ദിവസം ഗ്രാമപ്രദേശങ്ങളിൽ എടുക്കണം. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസവും കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു നിബന്ധന ഇപ്പോഴും തുടരുകയാണ്. KYC ചെയ്യാത്തവർക്ക് ജൂൺ മാസം മുതൽ ഗ്യാസ് ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട്. എത്രത്തോളം കൃത്യമാണ് എന്നറിയില്ല. അപ്പോൾ അത് ചെയ്യാത്ത ആളുകൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് കഴിയുന്നതാണ്. അതാത് ഗ്യാസ് ഏജൻസിയുടെ സൈറ്റിൽ കയറിയിട്ടും സാധിക്കും. ഇനി അതല്ല, അതാത് ഗ്യാസ് ഏജൻസികളുടെ മൊബൈൽ ആപ്പിലൂടെയും സാധിക്കുന്നതാണ്. അതിനു പുറമെ ഗ്യാസ് ഏജൻസിയിൽ എത്തിയാലും ഈ KYC നടപടി പൂർത്തീകരിക്കാം. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് KYC പൂർത്തീകരിക്കേണ്ടത്. ഇനി ആ ആൾ സ്ഥലത്തില്ല എങ്കിലോ കിടപ്പ് രോഗികളാണ് എങ്കിലോ ആ കാർഡിലെ അവർ ഉൾപ്പെട്ട റേഷൻ കാർഡിലെ മറ്റൊരു അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റുകയും അവർ KYC പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ലഭിക്കുന്ന ആളുകൾ KYC ചെയ്യാത്തവർക്ക് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഗ്യാസ് സബ്സിഡി ലഭിക്കുന്നില്ല. അപ്പോൾ സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു KYC നടപടി അവരും ചെയ്യണം എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പൈപ്പ് ലൈനിലൂടെ PNG ലഭിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം LPG കണക്ഷൻ ഉള്ളവർ അതിലേക്ക് മാറുകയും LPG സിലിണ്ടർ തിരിച്ച് ഏൽപ്പിക്കുകയും വേണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ ഗ്യാസ് ഏജൻസികളുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം നോട്ടീസ് ലഭിക്കുകയോ മെസ്സേജ് വരികയോ ചെയ്യും. അത് വന്നതിന് ശേഷവും 15 ദിവസത്തിനകം തിരിച്ചേൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് റദ്ദാക്കുകയും പിന്നീട് ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. 2 കണക്ഷൻ ഉള്ള ആളുകൾ റദ്ദാക്കുകയും LPG കണക്ഷൻ നമുക്ക് വീട്ടിലേക്ക് ലഭ്യമാണ് എങ്കിൽ അത് കണക്ഷൻ എടുത്ത് LPG കണക്ഷൻ റദ്ദാക്കുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെയും പെൻഷൻ വേഗത്തിൽ മേടിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്തായാലും ക്ഷേമ പെൻഷന്റെ വിതരണം, മെയ് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാസം തീരുന്നതിന് മുമ്പ് എല്ലാവർക്കും ആ ഒരു പെൻഷൻ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്കറിയാം ഇലക്ഷനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്തു. അതിന് മുന്നുള്ള മാസങ്ങളിലൊക്കെ പിറ്റത്തെ മാസം 5-ാം തീയതി ആകുമ്പോഴേക്കാണ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാറുള്ളത്. പക്ഷേ ഇത് നേരത്തെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ ജൂൺ 30 വരെയാണ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ചിൽ അവസാനിക്കേണ്ടതായിരുന്നു. പിന്നീട് അത് 3 മാസം കൂടി ദീർഘിപ്പിച്ച് നൽകുകയായിരുന്നു കഴിഞ്ഞ സർക്കാർ. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന തീയതിയും അടുത്ത മാസം 30 അപ്പോൾ അതിനു മുമ്പ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യവും കൊടുത്തിട്ടില്ലെങ്കിൽ അത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അതായത് 2020 ജനുവരി മുതൽ പെൻഷൻ കിട്ടിയിട്ടുള്ളവരാരും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യം ഇതിനോട് കൂടെ ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കമന്റിൽ നിരവധി പേരാണ് ചോദിക്കുന്നത്. എന്തായാലും ഈ മാസം അതില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം LDF സർക്കാർ കൊണ്ടുവരികയും നിർത്തുകയും ചെയ്ത പരിപാടിയാണ്. അപ്പോൾ അത് ഇനി കൊടുത്തു തുടങ്ങണമെങ്കിൽ പുതിയ സർക്കാർ അത് വീണ്ടും തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഈ മാസം അത് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അറിയിപ്പ്. ജൂൺ മാസത്തിൽ അത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പുതിയ അപേക്ഷകൾ അതിൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് പുതിയ അപേക്ഷകൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരെ ബൈ.